Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay, please start with your prayer. Miss prayer. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ. വിജ്ഞാനമേകും നിറകതിർത്തോകാൻ നേരിന്റെ പാത തെളിക്കണേ ദേവാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു മിസ്. So thoughts പറയട്ടെ. Please. The goal of early childhood education should to activate the child's own natural desire to learn. മറിയ മോണ്ടിസോറി. ബാല്യകാല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കുട്ടിയുടെ സ്വാഭാവികമായി പഠിക്കാനുള്ള ആഗ്രഹം നിറവേറ്റുക എന്നതായിരിക്കണം. താങ്ക് യു. Okay, so last class where were we? എവിടെയായെന്ന് പറയാം. ആ സ്റ്റേജസ് ഇല്ലേ ഡെവലപ്മെന്റിന്റെ, ചൈൽഡ് ഡെവലപ്മെന്റ്. മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത 2 stages അഗെയിൻ അത് 4 periods ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണോ? അതെ. ശരി. റിപ്പോർട്ട് റൈറ്റിംഗ് എവിടെ വരെയായി? രണ്ടാമത്തെ റെക്കോർഡ് എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് തന്നില്ലേ? 4th 1 ഒഴികെ, അല്ല 5th 1 ഒഴികെ എല്ലാം തന്നില്ലേ? ടീച്ചർ ജിഷ ടീച്ചർ സൈൻ ഇൻ ചെയ്യാൻ പറ്റിയില്ല ടീച്ചർ. ഞാൻ വേറൊരു പെട്ടെന്നൊരു എമർജൻസി കോൾ വന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. സോറി ടീച്ചർ. ഓക്കെ, നോ പ്രോബ്ലം ജിഷ. സൈൻ ഔട്ട് ചെയ്യാം. 2 പേർക്ക് സൈൻ ഇൻ ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ ആശിഷ്. You want to do now? You can do. ഫോർത്ത് റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? 4th റെക്കോർഡ് പറഞ്ഞിട്ടില്ല. ഇല്ല, തേർഡ് വരെ പറഞ്ഞിട്ടുള്ളൂ. ഫോർത്ത് റെക്കോർഡ് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കളിക്കൊടുക്ക മാജിക് പോട്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? സെയിം സാധനം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ
ഇപ്പൊ നിങ്ങള് സെക്കൻഡ് തേർഡിൽ നിൽക്കുവാണോ? അതെ മിസ്, തേർഡ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. 5 സ്റ്റോറി ഏതെങ്കിലും ഒരെണ്ണം പറയാമോ എന്ന് ചോദിക്കുമ്പോഴും പ്രീവിയസ് ബാച്ചിലേ വളരെ ക്രിയേറ്റീവായി എഴുതിയവരുണ്ട്. അത് കൂടെ പറയണം കേട്ടോ. ഭയങ്കര രസമുണ്ട് ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ. ചിലര് പറഞ്ഞു വന്നപ്പം എല്ലാം കേട്ടിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടുണ്ടോ ഈ കഥ, ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് തന്നെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചങ്ങ് മാറ്റി. അതും ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് ആമയുടെയും ആമയില്ലല്ലോ, സിംഹത്തിന്റെയും എലിയുടെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കും. മങ്കി ആൻഡ് ക്രോക്കഡൈൽ. ഇത് പക്ഷെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആമയും മുയലും തമ്മിലുള്ള നമ്മുടെ ഓട്ട മത്സരം ഇല്ലേ, അത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓട്ട മത്സരത്തിൽ മുയൽ തോറ്റുപോകുന്നു, ആമ അഹങ്കാരിയായി മാറുന്നു, പിന്നീട് അവര് നീന്തൽ മത്സരം വയ്ക്കുന്നു. അതില് മുയലിന് വെള്ളത്തിൽ നീന്താൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ആമ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ചെയ്യുന്നത്. പക്ഷെ മുയൽ എന്ത് ചെയ്യും, ഒരു തടിയുടെ കഷ്ണം എവിടെ നിന്ന് കിട്ടും, മുയൽ അതിൽ കൂടെ ഫസ്റ്റ് അടിക്കുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടാവും. എനിക്കത് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഓക്കെ, ഇതല്ലേ എടുക്കാനുള്ളത്? സോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് സെൽഫ് കൺസ്ട്രക്ഷൻ എടുക്കണം. 4th യൂണിറ്റ്. 7th യൂണിറ്റ് ആണ് പിന്നെ ഞാൻ എടുക്കുന്നത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഈ മോണ്ടിസോറി കോർ ടോപ്പിക്കിലെ ഈ പാർട്ട് 3 ഈ പോർഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ ആ ഒരു എൻവയോൺമെന്റിലാണ് നമ്മളൊന്ന് ഫീൽ ചെയ്യണം. ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് തീരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും കോഴ്സിനെ ലാഗ് ആക്കുന്ന ടോപ്പിക്സ് പറയാം, പക്ഷെ നമുക്കത് പെട്ടെന്ന് എടുക്കാനും പറ്റില്ല. അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് 10th യൂണിറ്റ് മോണ്ടിസോറി ടേംസ്. ഇതാണ് പാർട്ട് 3 ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പാർട്ട് 4 ആയോ? ടീച്ചേഴ്സ് എടുത്തു തുടങ്ങിയോ? പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തു? യെസ് മിസ്, എടുത്തു തുടങ്ങി. മിക്കവാറും പാർട്ട് 3 കഴിയുന്നതിന് മുമ്പ് തന്നെ പാർട്ട് 4 കഴിയും. കാരണം അത് സിമ്പിൾ ടോപ്പിക് ആണല്ലോ. അപ്പോ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ആ ടൈം കൊണ്ട് പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 4 ക്ലാസ് കൊണ്ടൊക്കെ ഓൺലൈൻ സെഷൻ തീരുമായിരിക്കും. പക്ഷെ 2 ക്ലാസ് ഞാൻ കയറും. പക്ഷെ അതിന്റെ കുറച്ച് കണ്ടന്റ്സിലെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് നിങ്ങളുടെ ആരാളെ അപർണ മിസ്സോ ആതിര മിസ്സോ ആണോ ഉള്ളത്? ഞാൻ വേറെ ടീച്ചേഴ്സ് ആരാ? അപർണ മിസ്സോ ആതിര മിസ്സോ അല്ലേ? അതെ മിസ്. they will both handle practical session in online. അപ്പൊ ഓൺലൈൻ ആയിട്ടത് മനസ്സിലാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാറ്റർഡേ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലിലെ ക്ലാസ്. പ്രാക്ടിക്കലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ക്ലാസ്സിലെ അത് ആ ഒരു ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും. സോ അതിനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചോളൂ. സോ ലാസ്റ്റ് സാറ്റർഡേ, ഈ കഴിഞ്ഞ സാറ്റർഡേ 4th ബാച്ചിന്റെ ആയിരുന്നു, 4ന്റെ ആയിരുന്നു. സോ 5 കഴിയുമ്പോൾ നിങ്ങളുടെ തുടങ്ങും. ഓക്കെ. സോ മരിയ മോണ്ടിസോറി ഈ കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് സ്റ്റേജസിനെ 2 മെയിൻ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്. 0 years തുടങ്ങി 12 years വരെയാണ് ചൈൽഡ്ഹുഡ്. 12 years തുടങ്ങി 24 years വരെ അഡൾട്ട്ഹുഡ്. ഇത് തന്നെ വീണ്ടും പീരിയഡ്സ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു സ്റ്റേജിനെ 2 പീരിയഡ് അല്ലെങ്കിൽ 2 ഫോർമേറ്റീവ് പ്ലെയിൻ ആയി. 0 to 6 years വരെ, 6 to 12 years വരെ. അടുത്ത സ്റ്റേജിനെ വീണ്ടും 2 പീരിയഡ് അല്ലെങ്കിൽ 2 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആക്കി. 12 to 18 ആ ഒരു ടീനേജ് സമയം. 18 to 24. അപ്പൊ ഒരു 24 years ആയി കഴിയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആയി എന്നാണ് പറയുന്നത്. അതായത് ബ്രെയിനിന്റെ 2 sides ഉണ്ട്, ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും. ഈ 2 സൈഡും കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്മെന്റ് ആയി എന്ന് പറയും.
ഒരു മെച്യൂരിറ്റി അതിന്റെ പീക്കിലെത്തി. സോ ആ സമയത്ത് ഡിസിഷൻ മേക്കിംഗ് ഒന്നും തെറ്റാറില്ല. ആ സമയത്താണ് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ ശരിയായ ഒരു ഡിസിഷൻ എടുക്കുന്നതും അതിനെ മെച്യൂർ രീതിയിൽ കാണുന്നത്. ഐ നീഡ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ആ ഒരു റെസ്പെക്റ്റോടു കൂടി സ്നേഹത്തോടു കൂടി കാണുന്നത് ആ ഒരു മെച്യൂരിറ്റി വരുമ്പോഴാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലേ, കുട്ടികൾക്ക് ഈ ഒരു ഫീലിങ്സ് ഓപ്പോസിറ്റ് സെക്സിനോട് അവരുടെ അഡോളസൻ ആ ഒരു പ്രായത്തിൽ കാണും. ബട്ട് അവർ കൺഫ്യൂഷൻസിലായിരിക്കും, അവർക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കും പലപ്പോഴും. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ബന്ധം ശരി എന്നുള്ളതിൽ നിന്നും ഒന്ന് ഡിവീറ്റ് ചെയ്ത് പോകും, പ്രശ്നങ്ങളും വരുന്നതും പല രീതിയിലൊക്കെ പോകുന്നത്. അപ്പോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു കാര്യം നമ്മുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് നമ്മളോട് അത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ്, എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എന്റെ ചേച്ചിയാണെങ്കിലും ഐ ക്യാൻ ഷെയർ വിത്ത് ഹെർ എന്നൊരു ഫീല് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നുമില്ല, ആ തോട്ട് വരുമ്പോൾ തന്നെ അവർ നമ്മളോട് വന്ന് ഷെയർ ചെയ്യും. ഒരു കൺഫ്യൂഷനിൽ അതുകൊണ്ടാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി സന്തോഷമൊക്കെ ആയിരിക്കുന്ന സമയമാണല്ലോ അങ്ങനെ വരുമ്പോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട്. എന്റെ ബ്രദർ അവൻ ആ ഒരു സമയത്ത് എന്നോട് ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. അവൻ അങ്ങനെ ഒരു ഇഷ്ടം ഒരാളോട് തോന്നിയ സമയത്ത് അവൻ ആ കുട്ടിയോട് പറയുന്നതിന് മുമ്പ് എന്നോടാ വന്ന് പറഞ്ഞത്, എനിക്ക് വേറെ പറയാൻ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ കുഞ്ഞേച്ചി എന്നാട്ടോ വിളിക്കുന്നത്. കുഞ്ഞേച്ചിയോട് പറഞ്ഞത്, എനിക്ക് മൂത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചിയായിട്ട് അത്ര അടുപ്പില്ലായിരുന്നു അവൻ. അപ്പൊ അങ്ങനെ അവൻ വന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഒരു കൗതുകമൊക്കെ തോന്നിട്ടോ. കാരണം നമ്മൾക്ക് അവൻ അപ്പോഴും ഏതൊരു ഏജിലും കുട്ടിയായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവനങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷെ പിന്നെ പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ആ കുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാലും ആളത് പ്രൊസീഡ് ചെയ്തൊന്നുമില്ല. ഇങ്ങനെ എനിക്കൊരു ഇഷ്ടം തോന്നി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് അത് അവന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, മാരേജ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ ഈ കുട്ടി അവന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇവൻ സുഖില്ലാതായ സമയത്ത് ഈ കുട്ടി എന്നെ വിളിക്കുമായിരുന്നു. എന്നെ വിളിച്ച് ചോദിക്കും, ചേച്ചി, ആ കുട്ടി എന്നെ കുഞ്ഞേച്ചി എന്നാട്ടോ വിളിക്കുന്നത്, ജിനിഷേട്ടൻ എങ്ങനെയുണ്ട് എന്നൊക്കെ എന്നെ ചോദിക്കും. അപ്പൊ ഞാൻ വിവരങ്ങളും, ആ കുട്ടിയും കല്യാണം കഴിഞ്ഞ ഒരു മോളായി, ഇവനും കല്യാണം കഴിഞ്ഞ് ഇവനൊരു മോളായി, എന്നിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ അസുഖം കുറച്ച് ബ്രദർ ഇപ്പൊ ഇല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഇല്ല. ഇപ്പൊ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഒരു 7-8 ഇയേഴ്സിന് മുമ്പ് തന്നെ അവൻ പോയി. അപ്പൊ ഈ അസുഖം ഭയങ്കരമായിട്ട് കൂടുവാണെന്ന് ഇവന്റെ ബോഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. മനസ്സിലായപ്പോ ഈ കുട്ടി പിന്നീട് ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത്. എന്നെ ഒരു ദിവസം കാണാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഇനി കാണാൻ ഞാൻ വരേണ്ടാവില്ല, ഇനി വരാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അറിയുന്നത് ജിനിഷേട്ടൻ മരിച്ചതാന്നാ ഞാൻ അറിയുന്നതൊക്കെ ഈ കുട്ടി എന്നോട് പറഞ്ഞു. അപ്പൊ അതാണ്, അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു തോട്ട്സ് വന്നപ്പോ അവര് എത്ര മെച്യൂർ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത്, അതിനെ ഡീൽ ചെയ്തത്. കാരണം അവരെല്ലാരെ കുറിച്ചും ചിന്തിച്ചു. എല്ലാ കുട്ടികളും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ചുറ്റുമുള്ളവരെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ലൗഡ് വൺസിനെ കുറിച്ചും എല്ലാം അവർ ചിന്തിച്ചു. അല്ലാതെ അവരാരും അറിയാതെ പ്രേമിച്ച് നടക്കാനോ അങ്ങനെ അങ്ങനെ എത്രയോ കുട്ടികൾ അങ്ങനെ ഉണ്ടെന്നറിയും. അതുപോലെ ഒരു മെച്യൂർ ഡിസിഷൻ എടുക്കുന്ന ഒരു കുട്ടികൾ എത്രയോ പേരുണ്ട്. ഞാൻ നേരിട്ട് ഇടപെടുന്ന പല ഇന്റർവെൻഷനിലും ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊരു ഇഷ്ടം ഉള്ളിൽ തന്നെ വെച്ച് അവൾക്കൊരു പ്രോബ്ലം വരരുതല്ലോ ഞാൻ കാരണം, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. സ്നേഹത്തിനേക്കാൾ കൂടുതൽ അവരെ റെസ്പെക്റ്റിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും അതിനകത്ത് വരുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും ബ്രേക്കപ്പ് ആവുന്ന സമയത്തും ഈ ബ്രേക്കപ്പ് ആവുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. ബ്രേക്കപ്പ് ആയി കഴിയുമ്പോ പിന്നെ ഇഷ്ടമല്ല, ഒരു ദേഷ്യവും അങ്ങനെയൊക്കെ വന്നിട്ട് ഈ ആസിഡ് അറ്റാക്കും കത്തിക്കുത്തും അതും ഇതുമൊക്കെ നടക്കുന്നത്, പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കുന്നതും സ്വയം പിന്നെ ഹാം ചെയ്യുന്നതും ഒക്കെ അങ്ങനെയൊക്കെ അതിന്റെ ഒരു ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി കൊണ്ട് സംഭവിക്കുന്നത്. 24 years ആണ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള പ്രായം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ 24 വയസ്സ് കഴിഞ്ഞിട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ തോട്ട് അവരിൽ വരും. അവരുടെ ആ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ നടക്കുന്ന ഒരു സമയമാണ് ആ ഒരു 12 to 18 years എന്നുള്ളത്. അവരുടെ ആ ഒരു തിരിച്ചറിവ്, ആരോടാണ് അട്രാക്ഷൻ എന്നുള്ളത് മനസ്സിലാവുന്ന ഒരു പ്രായമാണ് 12 to 18 years വരെ. ഓക്കെ, മറിയം മോണ്ടിസോറി ഈ കാര്യങ്ങള് പറഞ്ഞപ്പോ അവര് പ്രത്യേകം പറഞ്ഞു,
3 വയസ്സ് വരെയും അൺകോൺഷ്യസ് മൈൻഡാണ് കുട്ടിക്ക്. അതിന്റെ ഓർമ്മയിലൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. കുട്ടി ഓർക്കുന്നില്ല 3 ഇയേഴ്സ് വരെയും എന്ത് അതിന് സംഭവിച്ചു എന്നുള്ളത്. ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇംപ്രഷൻസ് ആയിട്ട് എന്റെ ബ്രെയിനിൽ തന്നെ കിടക്കും. അതുകൊണ്ട് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കെയർ ഗിവേഴ്സും, പാരന്റ്സ് തന്നെ ആവണമെന്നില്ല, എല്ലായിടത്തും ടീച്ചേഴ്സും ഈ ഓരോ പീരീഡിലും കുട്ടികൾക്ക് നടക്കുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസ് നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ MT4 കുട്ടികൾ വന്നപ്പോ അതിലൊരു ടീച്ചർ തന്നെയാണ്, എന്നുവെച്ചാൽ ട്യൂഷൻ സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. സ്വന്തമായിട്ട് ട്യൂഷൻ സെന്ററും ഉണ്ട്, വേറെ സെന്ററുകളിൽ പോയി ക്ലാസ് എടുക്കുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ വന്നു MT4. വന്നപ്പോ കുറച്ചുപേരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ റെഡി ആണെങ്കിൽ, വൈവയ്ക്ക് റെഡി ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചെടുക്കാന്ന്. ഉച്ചയപ്പോ സെഷൻ തീർന്നു. അപ്പൊ പോവാൻ ധൃതിയില്ലാത്തവര് വൈവയ്ക്ക് റെഡി ആക്കി വൈവയ്ക്ക് ഇരുന്നപ്പം എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ട്യൂഷൻ എടുക്കുന്ന രീതിക്ക് തന്നെ മാറ്റം വന്നു ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ കടന്നുപോയപ്പോ. അത് കുട്ടികളെ കൂടുതൽ എന്നോട് അടുപ്പം ഉള്ളവരാക്കി. വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്, +1 +2 എടുക്കുന്നുണ്ട്, അല്ലാതെ ഹൈസ്കൂൾ കുട്ടികളെല്ലാം ഉണ്ട്, ചെറിയ കുട്ടികളെല്ലാം ട്യൂഷൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡിൽ തന്നെ എനിക്ക് മാറ്റം വന്നു. അത് പാരന്റ്സിന്റെ ആക്സെപ്റ്റൻസും കുട്ടികളുടെ ആക്സെപ്റ്റൻസും അവരുടെ സ്നേഹവും കൂട്ടിന്നാണ് ആ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു നമുക്കൊരു, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. അസൈൻമെന്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിരുന്നു ചെയ്യാനായിട്ട്. 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് 3 സ്കൂൾ തന്നോ? സർവേ അല്ല, അല്ലാതെ ഒറ്റ അസൈൻമെന്റ് ഒരു അസൈൻമെന്റ്. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്ക് വളരെ അടുത്തറിയാവുന്ന ഏതെങ്കിലും 3 പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതുക എന്നുള്ളത്. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്, നമുക്ക് എന്തുകൊണ്ടാണ് അവരോട് അത്ര ഇഷ്ടം, അപ്പൊ നമുക്ക് അത്രയും അടുപ്പമുള്ള ഇഷ്ടപ്പെട്ട 3 പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനുണ്ടായിരുന്നു. ഈ ടീച്ചർ എന്നോട് പറയാം, ടീച്ചറുടെ മോനെ പഠിപ്പിച്ച ഒരു പ്രീ സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു, അതിനെ പറ്റിയേ ഞാൻ എഴുതിയത്. ഞാൻ എഴുതിയ ഒരാളെ പറ്റി പറയാനായിരുന്നു വൈവ ക്വസ്റ്റ്യൻ, അതിനെ പറ്റിയേ ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ പറയുവാണ്, എന്റെ മോന് ഡ്രോയിങ്ങിൽ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആ ഒരു ടീച്ചറാണെന്ന്. കാരണം ആ ഡ്രോയിങ്ങിൽ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആ ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചർ അത് കണ്ടുപിടിച്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് വരയ്ക്കാൻ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല കുട്ടിക്ക് വരയ്ക്കാൻ കഴിവുണ്ടെന്ന്. ടീച്ചർക്ക് മനസ്സിലായപ്പോ ടീച്ചർ അവന് കൊടുത്തൊരു ആക്ടിവിറ്റി ആയിരുന്നു, ജനലിന്റെ സൈഡിൽ ഇരുന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുക, എന്നിട്ട് കാണുന്നതൊക്കെ വരയ്ക്കാൻ. അപ്പോ അവൻ വരച്ചതില് പുറത്തെ കാഴ്ചകൾ ഉണ്ടായിരുന്നു, ജനലിന്റെ അഴികളില്ലേ അതും വന്നു, പിന്നെ അവനെയും വരച്ചു വെച്ചു. ടീച്ചർ പറഞ്ഞു ഇവരോട്, നിങ്ങൾ ഇവനെ ഡ്രോയിങ് പഠിപ്പിക്കാൻ പറ്റുന്ന. അവൻ നല്ലതായിട്ട് വരയ്ക്കുന്നു പറയുക. ആ ഒരു പാരന്റ്, ആ ഒരു നമ്മുടെ ട്രെയിനി പറയുവാണ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല അവന്റെ. അപ്പൊ അതുകൊണ്ട് ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടമെന്നു. അവനിപ്പോ നല്ല വലിയ കുട്ടിയായി, പക്ഷെ പറയാ ഓർമ്മയിൽ നിന്ന് പോവുകയില്ല, ആ ടീച്ചർ അത്ര ഇഷ്ടത. ഈ ഒരു മോന്റെ കാര്യമല്ല, എല്ലാ കുട്ടികളുടെയും പൊട്ടൻഷ്യല് അവർ മനസ്സിലാക്കി എല്ലാരെയും ആ ഒരു വഴിയിലേക്ക്, റൂട്ടിലേക്ക് അവരെ തിരിച്ചുവിടാൻ അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്തിരുന്നു. അതാണ് ഈ ഒരു പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് കെയർ ഗീവേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മോണ്ടിസോറി ഈ ഒരു പീരീഡിനെ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഉണ്ട് ഓരോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? കാണുന്നില്ലേ? ഇതല്ലേ എടുക്കേണ്ടത്? ഇതല്ലേ വേറെ വല്ല പോർഷൻ ആണോ? ആണ് മിസ്. ഇത് പറഞ്ഞ് അതിന്റെ കൂടെ മിസ് പറഞ്ഞിരുന്നു 4 ആൾക്കാരുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ടല്ലോ, അതൊക്കെ അതും പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു അസസ്മെന്റ് ടൂള് ഉണ്ടാക്കാൻ പറഞ്ഞതല്ലേ? അതെ. അസസ്മെന്റ് ടൂള് അത് മനസ്സിലായില്ലായിരുന്നു? അസസ്മെന്റ് ടൂൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എങ്ങനെയാന്നുള്ളത് അറിയില്ല. ഞാൻ ആ 4 ആൾക്കാരുടേതും വെച്ചിട്ട് എഴുതിയതാ. മോണ്ടിസോറിന്റെ മെത്തേഡും വെച്ചിട്ട് എഴുതി, പിന്നെ അങ്ങനത്തെ 4 ആൾക്കാരുടേതും വേറെ എഴുതി. അങ്ങനെ 4 ആക്കി എഴുതിയതാ, സെപ്പറേറ്റ് ആയിട്ട്.
അതായത് നമ്മളുടെ ഈ പീരീഡിലെ 0 to 6 6 to 12 12 to 16 18 18 to 24 ആ ഏജില് ഒരു കുട്ടി വളർന്ന ആ ഒരു ഏജ് ആവുന്നവരെ ഈ ഏജ് സ്പാനില് ആ കുട്ടിക്ക് നടക്കുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് മോണ്ടിസോറിയുടെ ആ ഒരു എന്താ പറയാ ഡിഫറൻസ് മാത്രമല്ല ബാക്കി 4 പേരുടെയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ നോക്കിയിട്ട് എഴുതണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതല്ലേ, അതൊരു അസസ്മെന്റ് ടൂൾ ആക്കി വെക്കുക. നമ്മളുടെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതോ ആക്ടിവിറ്റിയോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾക്ക് ഫ്യൂച്ചറിൽ നമുക്ക് റെഫർ ചെയ്യാൻ ഒരു അസസ്മെന്റ് ടൂൾ ആണത്. നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ആ ഒരു ഏജില് കാണിക്കേണ്ട ചേഞ്ചസ് ആണോ, ഡെവലപ്മെന്റ് ആണോ, ആ ഒരു പൊട്ടൻഷ്യൽ ആണോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസസ്മെന്റ് ടൂൾ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഈ ഓരോ സ്റ്റേജ് ഞാനൊന്ന് പറയാമെന്നല്ലോ പറഞ്ഞിരുന്നോ? നിങ്ങൾ നോക്കൂ, ലിങ്ക് അയച്ചു തന്നിരുന്നോ സ്റ്റേജസിന്റെ? ലിങ്ക് അയച്ചായിരുന്നു. അതിന്റെ ജീൻ പിയാഗറ്റിന്റെ മാത്രം മിസ്സിന് സെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങളോട് കണ്ടുപിടിക്കാൻ. എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എക്സ്പയർ ആയി. അത് എനിക്ക് വായിക്കാം, പക്ഷെ എനിക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ ലോഗിൻ ചെയ്ത് ഐഡിയ ഒക്കെ കൊടുത്ത് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഗൂഗിളിലൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളത് ഉണ്ടാകും എൻ്റെ ഉള്ളതിനേക്കാൾ. അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് അവര് പറയുന്നതിനനുസരിച്ച് ഓരോ ഏജിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഈ ഏജിന്റെ ഓരോ പീരീഡിലും നോട്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ വീട്ടില്, നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന കുട്ടികളിൽ അവരുടെ ഓരോ ഏജിലും കാണുന്നതും നമുക്ക് നോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവരുടെ റെഫറൻസ് ആക്കി വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കുഞ്ഞിന് ഈ പറയുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസ് വളരെ വീക്ക് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്കത് ശ്രദ്ധിച്ചിട്ട് പാരന്റ്സിനെ ഇൻഫോം ചെയ്ത് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുന്നിടമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം അവർക്ക് ചിലപ്പോൾ മനസ്സിലാകാത്തയായിരിക്കും കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. ചെറിയൊരു ലാംഗ്വേജിന്റെ പ്രശ്നമാകാം, പല പല കാര്യങ്ങൾ വരുമല്ലോ അല്ലെ, ഇമേജസ് കാണുന്നതില്, നമ്പേഴ്സ് മനസ്സിലാക്കുന്നതില്, അതൊക്കെ അതൊരു ഡിസബിലിറ്റി ഡിഫക്റ്റ് ആണ്. അത് ചിലപ്പോ ചിലത് തന്നെ മാറും, ചിലത് മാറും. ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാർക്ക് അതറിയാം. അവര് ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കും, എന്നിട്ട് മാറിയില്ലെങ്കിലാണ് അവർ പാരന്റ്സിനോട് പറഞ്ഞ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറയണേ. അതുപോലെ നമുക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു അസസ്മെന്റ് ടൂൾ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞത് ഇതൊന്ന് വായിക്കാനാ. കെയർ ഗിവേഴ്സ് എന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരും, അതേഴ്സ്, ഓൾ ദ അതേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പീരീഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, ഡിസ്കസ് ചെയ്ത് പോവാം. Caregivers and teachers need to understand the periods of development in order to aid the child or the young adult and to allow each child or young adult to maximize his own potential. Montessori explained these periods with some particular points. First point, there is a particular goal in development. For example, in the first period, the particular goal of the child is to follow his inner urges and create himself, that is, his personality. Second point, there is a readily identified direction being followed to reach that goal. Third point, there is specific awareness given to humans in each period. The child has special artistry to help him develop himself. They help with child development. She identifies them as the sensitive spirits and the absorbent mind. Each of these 4 plans of development builds upon the last, and as such the faculty development in any one plane affects the successful completion of all the others. ഓക്കെ, അപ്പൊ ഈ ഒരു പീരീഡിലെ കാര്യങ്ങള് കെയർ ഗിവേഴ്സും ടീച്ചേഴ്സും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, പാരന്റും ആണ്. അതുപോലെ തന്നെ നമ്മൾ നാളെ ഇതുപോലെ കുട്ടികളെ നോക്കാൻ പോകുന്ന ഫെസിലിറ്റേറ്റേഴ്സും ആണ്. സോ ശരിക്കും ഇത് ശ്രദ്ധിക്കണം. ഈവൻ ദോ നമ്മൾ ജോബിന് പോയില്ലെങ്കിലും നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി, നമ്മളുടെ ചുറ്റുപാട്, നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളിലൊക്കെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരുടെ കാര്യത്തിൽ ചെയ്യാം.
അപ്പൊ ഈ പീരീഡിനെ മോണ്ടിസോറി പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഓരോ പീരീഡിനും ഓരോ പാർട്ടിക്കുലർ ഗോൾ ഉണ്ട്, ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ്. ലാംഗ്വേജ് അവിടുത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത് അതാണ് അല്ലെ, ലാംഗ്വേജ്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ബുദ്ധി, ഇന്റലക്ച്വൽ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഡെവലപ്പ് ആകുന്ന ഒരു സമയമാണ്. ഫസ്റ്റ് പീരീഡില് ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 to 6 years അല്ലെ. കുട്ടിക്ക് ഭയങ്കര, നമ്മൾ പറയും ഹൈപ്പർ ആക്റ്റീവ് ചില സമയത്ത് പറഞ്ഞു, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു രീതിയിലുള്ള ഇന്നർ ആർച്ചസ്, നമ്മൾ ത്വരാന്നൊക്കെ പറയില്ല മലയാളത്തില്, ആ ഒരു ഇതുണ്ടാവും. ആ ഒരു ക്രിയേറ്റ് ഹിംസെൽഫ്, അവനെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ഞാൻ ഇങ്ങനെയാണെന്ന് വിളിച്ചു പറയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഹിസ് പേഴ്സണാലിറ്റി. പിന്നെ ആ ഒരു ഇതിലേക്ക് ഒരു ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളതിന് ഒരു ഐഡന്റിഫൈഡ് ഡിറക്ഷൻ തന്നെ ഉണ്ടാകും. ആ ഓരോ ഇതിലേക്ക് കുഞ്ഞെത്തുന്നത് നമ്മൾക്കറിയാം. കമിഴ്ന്ന് വീഴാൻ വേണ്ടി എത്രയോ ശ്രമം നടത്തി കഴിയുമ്പോഴാണ് കമിഴ്ന്ന് വീഴുന്നത് അല്ലെ. വൺസ് കമിഴ്ന്ന് വീഴുമ്പോഴും ചിലപ്പോ മൂക്ക് ഇങ്ങനെ ഇതാകാൻ പോകും. അപ്പൊ തല ഉയർത്തിപ്പിടിക്കാനായിട്ട് അവർ തന്നെ ചെയ്യുമോ? അത് നമ്മളാരും ഇങ്ങനെ വെച്ച് സപ്പോർട്ട് കൊടുക്കുമല്ലോ. ഇങ്ങനെ പോകുമ്പോഴേക്കും അവർ തന്നെ. അപ്പൊ അതാണ് ഓരോ ഡെവലപ്മെന്റിന്റെ ഗോളിലേക്ക് എത്തുന്നതിനും ഓരോ വഴി, ഓരോ റൂട്ട് എന്നുള്ളത് പറയുന്ന പോലെ തന്നെ. നമുക്ക് അപ്പൊ ഓരോ പീരീഡിലും ആ ഒരു സ്പെസിഫിക് അവയർനെസ്, നമ്മൾ അറിയാലോ, കുഞ്ഞിന്റെ ഓരോ ഏജിനനുസരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കുട്ടി ചോദിക്കുക, ഞാൻ എവിടെന്നാ വന്നേ, ഞാൻ എങ്ങനെയാ വന്നേന്ന്. അപ്പൊ ആ ഒരു കുഞ്ഞിന്റെ ഏജിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെ. അങ്ങനെ കുട്ടിയുടെ ഓരോ ഏജ് അനുസരിച്ചാണ് ഇവൻ ഓരോ കാര്യം മനസ്സിലാക്കി വരുന്നത്. കാരണം നമ്മൾക്ക് അന്ന് അവന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസർ ആയിരിക്കും ചെറുപ്രായത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചുകൂടെ വലുതാകുമ്പോഴേക്കും അവന് ആ ഒരു ഏജിനനുസരിച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ അതാണ് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലും ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യാം. സോ അല്ലെങ്കിൽ നമ്മൾ പറയാപ്പോ ചോദിക്കാൻ കണ്ടൊരു കാര്യം ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്, നീ അപ്പുറത്ത് പോകുമോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴേക്കും അവന് കൺഫ്യൂഷനാണ്. അവനത് അറിയാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിരിക്കും. അപ്പൊ അത് അന്വേഷിച്ച് എങ്ങനെയെങ്കിലും എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ നമ്മളെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുകയാണ് കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലും. നമുക്കറിയാം ഒരു പ്രായം വരുമ്പോ ഒരു വൈ ക്വസ്റ്റ്യൻസ്, ഭയങ്കര വൈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ ഒരു വൈ ക്വസ്റ്റ്യൻസ് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കരുത്, നമ്മളത് പറഞ്ഞു കൊടുക്കണം. സെൻസിറ്റീവ് പീരീഡുമാണ്, അബ്സോർബൻ മൈൻഡുമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവരെ പെട്ടെന്ന് ബാധിക്കും. വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇവർ പല കാര്യങ്ങളോടും. അതുപോലെ തന്നെ ഇവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഞ്ച് പോലെയാണ്. അതിങ്ങനെ വെള്ളത്തിലിട്ടാൽ ഫുൾ വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ എല്ലാ കാര്യം ഇവര് പിടിച്ചെടുക്കും. നമ്മൾ പറയില്ല, അബ്സോർബ് ചെയ്യും. പറയും പാരന്റ്സ്, ഇതിന്റെ മുമ്പിൽ വെച്ചൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ മുഴുവനും പിടിച്ചെടുക്കുന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ ഷൗട്ട് ചെയ്യുക, കോർൽ ചെയ്യുക, പാരന്റ്സ് തമ്മിലോ ആരെങ്കിലും ആയിട്ടോ, ഈവൻ അത് ഫോണിൽ കൂടി ആയാലും എന്താ പറയുക, ചില ആത്മകഥം പോലെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അതും പോലും പാടില്ല എന്ന് പറയുന്നത്. കുട്ടി അത് ശ്രദ്ധിക്കും. നമ്മൾ കാണിക്കുന്നതാണ് അവരുടെ ആ ഒരു ആക്ഷൻ എന്നുള്ള രീതിയിൽ പോകും. ആക്ടിവിറ്റി യൂസിങ് യൂട്യൂബ്. ഓക്കെ ഫൈൻ. ഇതാണ് 4 പ്ലെയിൻസ്, ഡെവലപ്മെന്റ് പീരീഡിലെ 4 പ്ലെയിൻസിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഓരോ പീരീഡുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പീരീഡ് 0 to 6 years. അത് മുഴുവനും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Okay. First period 0 to 6 years. The first period 0 to 6 years is marked by fast and intense change in the overall development of the child, physically, cognitively, socially, and emotionally. During the period, the child's main purpose is to create themselves. During this period, children make us so special sensitivity to help themselves in their development of personality. Their development takes place as the predetermined psychic pattern, unfold with the help of an absorbent mind and sensitive period of free interaction with their ambient. Using this period of development, Montessori was able to examine the nature law, psychic pattern, at work in children. She watched the law of work
low independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life and stage of growth. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പീരീഡാ പറയുന്നത് 0 to 6 years. ഓക്കെ, ഫാസ്റ്റ് ആൻഡ് ഇന്റൻസ് ചേഞ്ചസ്, ഭയങ്കര പെട്ടെന്നായിരിക്കും ഈ ഒരു പീരീഡിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പിന്നെ കുറച്ചും കഴിയുമ്പോഴേക്കും അങ്ങ് സ്ലോ ആവും, പിന്നെ വീണ്ടും ഇതേപോലെ വരും. ആ ഒരു രീതിയിലാണ് ഓരോ പീരീഡും ഉള്ളത് ഡെവലപ്മെന്റ്. കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ്, അതായത് ഫിസിക്കലി ചേഞ്ചസ്, കോഗ്നിറ്റീവ്ലി, സോഷ്യലി, അതുപോലെ തന്നെ ഇമോഷണലി എല്ലാ ചേഞ്ചസും വളരെ ഫാസ്റ്റ് ആയി നടക്കുന്ന ഒരു പീരീഡാണിത്. നമുക്ക് ആ ഒരു 1 year വരെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു കുഞ്ഞിനെ നമ്മൾ ബർത്ത് തുടങ്ങി 1 year വരെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം കുറേ ചേഞ്ചസ് ആ ഒരു വയസ്സിനുള്ളിൽ നടക്കുന്നു അല്ലെ. ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് കൂടുതലാണ്. പിന്നെ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നു, പിന്നെ ഇമോഷൻസ് മനസ്സിലാക്കാൻ തുടങ്ങുന്നു അവർക്ക് അല്ലെ. അവരെ പറ്റിക്കാൻ കരയുന്ന പോലെ നമ്മൾ കാണിക്കുമ്പോൾ അവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വിതുമ്പി വരും. പെട്ടെന്ന് നമ്മൾ ചിരിക്കുമ്പോഴേക്കും അവർ സ്വിച്ചിട്ട പോലെ അവരുടെ അത് മാറും. അങ്ങനെ അവർക്ക് എല്ലാം പെട്ടെന്ന് ഡെവലപ്പ് ആകുന്ന ഒരു സ്റ്റേജ് ആണ് ആ ഒരു 0 to 6 years. ഈ പീരീഡിൽ 6 years വരെ എന്ന് പറയുമ്പോൾ അവർ ക്രിയേറ്റ് ഹിംസെൽഫ്. അവർ 1 year ഒക്കെ കഴിയുമ്പോൾ ശരിക്കും ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് തുടങ്ങും. ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അവരങ്ങ് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാണ് ആ ഒരു സമയത്ത്. ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, ഇങ്ങനെ അറിയാം ഓരോ ഏജിലും ഇതാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ആ രീതിയിലുള്ള ഫിസിക്കൽ ചേഞ്ചസും അവരുടെ മെന്റൽ ഡെവലപ്മെന്റും ആ രീതിയിൽ തന്നെയാണ്. പിന്നെ അവരുടെ 2 ഫാക്ടേഴ്സ്, ഇന്നർ ആയിട്ടുള്ള 2 ടൂൾസ് ആണ് അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. ഈ 2 ഫാക്ടേഴ്സ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു ഡെവലപ്മെന്റ് സ്റ്റേജിൽ. അവരവരുടെ എൻവിയോൺമെന്റുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ആ ഒരു എൻവിയോൺമെന്റുമായി. ഇവിടെ വെച്ചാണ് കുട്ടികൾക്ക് ഈ ഒരു പീരീഡിൽ 0 to 6 yearsലാണ് മോണ്ടിസോറി മനസ്സിലാക്കിയത് കുട്ടികളിലെ നാച്ചുറൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഇവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത്. കുട്ടികളെ കുറെ ആക്ടിവിറ്റീസ് അത് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ അത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സൈക്കിക് പാറ്റേൺ വെച്ചിട്ടാണ് ഈ പല ആക്ടിവിറ്റീസും മോണ്ടിസോറി മെത്തേഡും ഒരു ഡിസൈൻ ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവരാദ്യം ഈ മെത്തേഡ്സ് ചെയ്തത് കുറച്ച് സ്പെഷ്യൽ നീഡ്സ് വേണ്ടുന്ന കുട്ടികളിലായിരുന്നു. അവരിൽ നല്ല റിസൾട്ട് വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് കോള് വരുന്നത്. അവിടുത്തെ ലോക്കൽ അതോറിറ്റി സാൻ ലോറൻസോ എന്നുള്ള സ്ലം ഏരിയയിൽ ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചോട്ടെ. ഇവര് കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അറിഞ്ഞോട്ടെ. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു മോണ്ടിസോറി സ്കൂൾ ഇറ്റലിയിലെ സാൻ ലോറൻസോയില് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടുത്തെ സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനീഷ്യലി നല്ല ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടികൾ വളരെ അജിറ്റേറ്റിംഗ് വയലന്റ് നേച്ചർ ഉള്ളവരായിരുന്നു. അവരൊരിടത്ത് അടങ്ങിയിരിക്കില്ല, എന്ത് കിട്ടിയാലും നശിപ്പിക്കും, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകുന്ന അവരുടെ ഒരു കൾച്ചർ, ആ ഒരു ലൈഫിന്റെ കൾച്ചർ അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് ഓരോ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആകാൻ തുടങ്ങിയപ്പോൾ കുറെ സമയമെടുത്തു. ബട്ട് എന്നാലും അവരിൽ മാറ്റങ്ങൾ വന്നു. അവരുടെ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, ഒരു ഓർഡർ, ഹൈജീൻ എല്ലാം വന്നു. ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസും മെന്റൽ ആയിട്ടുള്ള ചില ചേഞ്ചസും എല്ലാം അവരിൽ വന്ന് നല്ലൊരു റിസൾട്ട് തരുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് മോണ്ടിസോറിക്ക് ശരിക്കും ആ ഒരു ഏജില് നല്ല രീതിയിൽ തന്നെ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ടാകുന്ന ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവർക്ക് കുട്ടികൾക്ക് ആ ഒരു സമയത്ത് പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ തന്നെ ഒരു സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ഓഫ് വിൽ, പിന്നെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ലൈഫിന്റെ ആ ഒരു ഡെവലപ്മെന്റ്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി ഫോളോ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് മാറുക എന്നുള്ളതാണ് ആ സ്പിരിച്വൽ ലൈഫും കാര്യങ്ങളും. പിന്നെ പലതും കുട്ടിക്ക് വീട്ടിൽ വെച്ചിട്ടും അവരുടെ ഒരു ട്രഡീഷൻ ബിലീഫിലൂടെയൊക്കെ കുറെ പകർന്നു കിട്ടുന്നുണ്ട്. മോറൽ വാല്യൂസ്, മോറൽ സൈഡ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പീരീഡ് ആണ് 6 to 12 years. ആക്ച്വലി 6 years വരെയൊക്കെ മോണ്ടിസോറിക്ക് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റി, അറിയാം മോണ്ടിസോറിക്ക്. പക്ഷെ അതിന് മുകളിലേക്കുള്ള പ്രായത്തിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നതിന് അവർ ഇൻകേപ്പബിൾ ആയിരുന്നു. എന്നാലും അവർ മനസ്സിലാക്കി അവരുടെ ചില ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ,
ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ആരെങ്കിലും വായിക്കാം? Second period, 6 to 12 years. In the second period, Montessori examined changes in direction of development and children's focus. Children's focus changes from one of self-creation to the development as social beings. At this stage, children have new powers. In the earlier period, the absorbent mind and sensitive periods help a child in his development. However, in the second period, these are replaced by what Montessori referred to as psychological characteristics. Changes in the second period are as follows. സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സ് ആണ്. ഈ ഒരു പീരീഡിൽ മോണ്ടിസോറി പല ചേഞ്ചസും ഈ ഡെവലപ്മെന്റ് സ്റ്റേറ്റ്സിൽ പല ചേഞ്ചസും ഒബ്സർവ് ചെയ്തു. കുട്ടികളുടെ ഫോക്കസ് എങ്ങനെയാണ് അതെല്ലാം ഒബ്സർവ് ചെയ്തു. ഫോക്കസ് ഒന്നിൽ നിന്ന് അവരുടെ ഫോക്കസ് മാറുക. കാരണം 6 വയസ്സ് കഴിഞ്ഞു അല്ലെ, 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെ. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ്, ഫോക്കസ് ഇതെല്ലാം മാറി വരികയാണ്. മേ ബി ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ആ ചേഞ്ചസ് നല്ല രീതിയിൽ വരുമായിരിക്കും. ആ ഒരു എന്തെങ്കിലും ഗെയിം ആണെങ്കിലും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ്, പിന്നെ വായനയോട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ വായിക്കാൻ എടുക്കുന്ന ബുക്കുകളുടെ ആ ഒരു രീതി, ചിലപ്പോൾ കളർ ചെയ്തിരുന്ന കുട്ടികളായിരിക്കും. അപ്പൊ കളറിങ്ങിനോടെല്ലാം താല്പര്യമൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ക്രയോൺസ് വെച്ചിട്ടും ക്ലബ് പെൻസിൽസ് വെച്ചിട്ട് കളർ ചെയ്യുന്നൊരു ടൈം ആയിരിക്കാം ഫസ്റ്റ് പീരീഡ്. പക്ഷെ സെക്കൻഡ് പീരീഡ് വന്നപ്പോൾ അവർക്ക് കണ്ടൊരു പിക്ചർ കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നണമെന്നില്ല ആ ഒരു 12 ഇയേഴ്സിനൊക്കെ അടുത്ത് നിൽക്കുന്ന കുട്ടികളിൽ. അപ്പൊ ഇവരിലൊരു സോഷ്യൽ ബീയിങ്സ് എന്നുള്ള ഡെവലപ്മെന്റ് നടക്കുകയാണ്. കുട്ടികൾക്ക് ന്യൂ പവേഴ്സ് ആണ് ഈ ഒരു സമയത്ത്. ഏർലിയർ പീരീഡിൽ നമ്മൾ 0 to 6 ഇയേഴ്സ് പറഞ്ഞ 2 ഇന്റേണൽ എയ്ഡ്സ്, ഇന്റേണൽ ടൂൾസ്, ഇവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസ് ആയിരുന്നു അബ്സോർബന്റ് മൈൻഡും സെൻസിറ്റീവ് പീരീഡും. ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്ത അവരുടെ ഉള്ളിൽ തന്നെയുള്ള 2 എയ്ഡ്സ് ടൂൾസ്. പക്ഷെ സെക്കൻഡ് പീരീഡ് ആയപ്പോ ഇതിന് പകരം അത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് മോണ്ടിസോറി അതിനെ പറയുന്നത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. കാരണം ഈ അബ്സോർബന്റ് മൈൻഡ് അന്ന് എന്ത് കിട്ടിയാലും വിശ്വസിക്കും. പക്ഷെ 6 ഇയേഴ്സിന് ശേഷം എന്ന് പറയുമ്പോൾ കിട്ടുന്നതെല്ലാം അവർ അബ്സോർബ് ചെയ്യില്ല, അവർ അതിനെ അനലൈസ് ചെയ്യും. ആ ഒരു ഇൻഫർമേഷനെ അനലൈസ് ചെയ്തിട്ട് അത് ഫാക്റ്റിനെ പറ്റി ഒന്ന് അവെയർ ആകും. അതാണ് ആ ഒരു അബ്സോർബന്റ് മൈൻഡും സെൻസിറ്റീവ് പീരീഡും റീപ്ലേസ്ഡ് ബൈ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ പറയില്ലേ, അമ്പിളിമാമനെ പിടിച്ചുകൊണ്ട് തരാന്ന് പറയുമ്പോൾ ആദ്യത്തെ പീരീഡിലുള്ള കുട്ടി അത് വിശ്വസിക്കും. പക്ഷെ അത് കഴിയുമ്പോഴേക്കും ദാറ്റ് ഇസ് നോട്ട് ഫാക്ട്, അത് നടക്കില്ല, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ എന്നുള്ള അവയർനെസ് അവർക്ക് കിട്ടും. സോ അതുകൊണ്ട് എല്ലാം അബ്സോർബ് ചെയ്യുക എന്നുള്ളത് മാറിയിട്ട് അവരുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇതിനോട് താല്പര്യം കാണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇതിനകത്ത് ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും വരുന്നുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി ഈ ഒരു ഏജ് 6 to 12 ഇയേഴ്സ് വരുമ്പോൾ അവരുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകും, അവരുടെ മെന്റലി അവർക്ക് ചില ചേഞ്ചസ് ഉണ്ടാകും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ഒരാൾ വയ്ക്കാമോ? Physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against disease. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. Mental stages. In the first period, children work with the materials to achieve self-integration. This characteristics is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existing relationship with what is already there.
Children are very interested in knowledge during this period. Dr. Maria Montessori wrote, all the other factors sink into insignificance based the importance of feeding the aggregating intelligence and opening vast field of knowledge to eager exploration. Sorry to miss അത് മോള് വരുന്ന സൗണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അന്നൊരു ഫീല് വരും. കുട്ടികൾ വേണമല്ലോ ചുറ്റും. ഓക്കെ, സോ സെക്കൻഡ് പീരിയഡ് ദാറ്റ് ഇസ് 6 to 12 years ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 years വരെ അബ്സോർബൻ മൈൻഡ് സെൻസിറ്റീവ് പീരീഡ് ആയിരുന്നത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചേഞ്ച് ചെയ്യും. നേരത്തെ എല്ലാം വിശ്വസിച്ചിരുന്നത് അവരെല്ലാം വിശ്വസിക്കുന്നില്ല. ദേ നീഡ് ഫാക്ട്, തെളിവ് വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? വൈ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയും. ഇങ്ങനെ സംഭവിച്ചൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ടൈം. അപ്പൊ ജസ്റ്റ് അതിന്റെ കമ്പാരിസൺ ഒന്ന് ഓർത്തിരിക്കുക. അവിടെയാണ് ആ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് മോർ ഇന്റൻസ് ഡ്യൂറിംഗ് ദ 6 to 9 പീരിയഡ് ദാൻ ദാറ്റ് ഓഫ് ദി 9 to 12 പീരിയഡ്. അപ്പൊ ഈ ഒരു 6 to 12 years തന്നെയും ഒന്ന് ഡിവൈഡ് ചെയ്തേക്കുക. 6 വയസ്സ് തുടങ്ങി 9 വയസ്സ് വരെയും ഫിസിക്കൽ ചേഞ്ചസ് കൂടുതൽ ഇന്റൻസ് ആണ്, കൂടുതലാണ്. പക്ഷെ 9 to 12 ആവുമ്പോൾ അതൊന്ന് സബ്റ്റിൽ ആവും, ഒന്ന് കുറയും. 9 to 12 പീരീഡ് എന്ന് പറയുമ്പോൾ. മിസ് ഒന്ന് ഒറ്റ ഭാഷയോടെ പറയോ? ഏതാണ് ഇപ്പൊ മിസ് പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞതോ? അത് ഞാൻ കട്ടായി പോയി. ഓ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സെക്കൻഡ് പീരീഡ് 6 to 12 years ആണ്. ഈ ഒരു സമയത്തിനെ 6 to 12 6 to 9 9 to 12 ഫിസിക്കൽ ചേഞ്ചസിൽ ഒരു ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഫിസിക്കലി 6 to 9 കൂടുതൽ ചേഞ്ചസ് വരുന്നു ദാൻ 9 to 12. 9 to 12 ചേഞ്ചസ് വരുന്നുണ്ട്, പക്ഷെ മോർ ദാൻ ദാറ്റ് 6 to 9 വരുന്നു. കുട്ടികളുടെ പല്ല് കൊഴിഞ്ഞു പോയി പുതിയത് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മിൽക്കി ടീത്ത് പോയിട്ട് പെർമനന്റ് ടീത്ത് വരുന്നതും, പിന്നെ ഇമ്മ്യൂണിറ്റി കൂടും. ആ കുഞ്ഞു പ്രായത്തില് 0 to 6 years ആയ സമയത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷെ ആഫ്റ്റർ 6 years ആ ഒരു സമയത്ത് ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അങ്ങനെ അസുഖങ്ങളൊന്നും പെട്ടെന്ന് അവർക്ക് വരില്ല. ഫിസിക്കൽ ഹെൽത്ത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്നു, മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, കുട്ടികൾ സ്ട്രോങ്ങർ ആകും, ഗ്രേറ്റർ സ്റ്റാമിന എനർജി ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നത്. ഈ മെന്റൽ ചേഞ്ചസ് ഫസ്റ്റ് പീരീഡ് ആയിരുന്നപ്പം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് സെൽഫ് ഇമാജിനേഷനിൽ അവര് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് സെക്കൻഡ് പീരീഡ് ആകുമ്പോൾ കൂടുന്നു. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് പീരീഡ് ആകുമ്പോഴേക്കും ഇവർക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ ഇവർക്ക് കൂടുവാണ്. ആ ഒരു പവർ, കോൺസെൻട്രേഷൻ ഒക്കെ, പവർ ഓഫ് അറ്റൻഷൻ എല്ലാം കൂടുതൽ. അപ്പൊ ക്രിയേറ്റീവ് ടാലന്റ് എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആയിരിക്കും, വളരെ കൂടുതലായിരിക്കും. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ദെയർ മൈൻഡ്സ്, അവരുടെ മൈൻഡിന്റെ ഒരു ഫോർമേഷൻ. ചിൽഡ്രൻ ഇൻജസ്റ്റ് ഇൻഫർമേഷൻ, അതായത് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അവരങ്ങ് വിഴുങ്ങുന്നു, അതങ്ങ് ഡൈജസ്റ്റ് ആയി പോകുന്ന രീതിയിൽ എടുക്കുന്നു. എന്നിട്ട് അതിനെ അവരുടെ ഉള്ളിൽ കിടന്ന് വർക്കൗട്ട് ചെയ്യിക്കുന്നു, ഇന്റേണലൈസ്. എന്നിട്ട് അതിനൊരു അതായത് അവരെന്തും ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്യും. ലൈക്ക് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ കുട്ടികൾ ദൈവമുണ്ടോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ടൈപ്പ് രീതിയിലുള്ള ഒരു റിബൽ നേച്ചർ ഒക്കെ ചിലപ്പോൾ കാണിച്ചിരിക്കും. അപ്പൊ അവരുടെ നമ്മൾ പറയാണ്, നമ്മളിപ്പോ ഈ ചെടി വളരുന്നു, സൺ റൈസ് ചെയ്യുന്നു, നമുക്കിങ്ങനെ ലൈറ്റ് കിട്ടുന്നു രാത്രിയാകുമ്പോഴുള്ള അങ്ങനെയുള്ള ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ല. സോ സം എനർജി, സം ഇസ് കൺട്രോളിങ് അസ് ആൻഡ് കൺട്രോളിങ് എവരിത്തിങ്. അതുകൊണ്ടാണ് എവരിഡേ ഇതിങ്ങനെ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ കുറെയൊക്കെ അവരത് കൺവിൻസ്ഡ് ആകും. അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴും അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിന്റെ ഫാക്റ്റിനെ അവർക്ക് അറിയണം. ചുമ്മാ എന്തെങ്കിലും പറയണത് അവർ ഡിവോർ ചെയ്യില്ല, വിഴുങ്ങില്ല. അവർക്ക് എന്തിനും ഒരു തെളിവ് വേണം. ആ ഒരു രീതി അവരെ കിട്ടുന്ന ഇൻഫർമേഷനെ ശരിക്കും അനലൈസ് ചെയ്ത് ഇന്റേണലൈസ് ചെയ്ത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ നോളജ് ഒക്കെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പീരിയഡ്. എന്താണോ അവന്റെ ഇന്റലിജൻസ്, അവന്റെ മൈൻഡ് എന്താണോ ആവശ്യപ്പെടുന്നത്, അവൻ ആ ഒരു ഹങ്കറാണ് ഇതെല്ലാം അറിയാനും ഇത് മനസ്സിലാക്കാനും ഉള്ളത്. അതാണ് ഈ ഒരു പീരീഡിൽ സംഭവിക്കുന്നത്.
നോളജ് അക്വയർ ചെയ്യുക, കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്ത ഒരു നോളജ് ആക്കി മാറ്റുന്ന ഒരു പീരീഡ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പീരീഡിലും കുട്ടികളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ അക്കാദമിക് ബ്രില്യൻസിലേക്ക് ഉള്ള ആ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാകുകയും അത് നമുക്ക് കൂടുതൽ അവരുടെ ആ ഒരു സൈഡ് കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്യൂരിയസ് മൈൻഡ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. ആരെങ്കിലും റീഡ് ചെയ്യാമോ? Curious mind. As the child's absorbent mind disappears, a new way of relation to the environment demonstrates. It is the functioning of the environment and the relationship within in which they awaken the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function record for analysis. Analysis allows children to compare, deduce, and arrive at the conclusion. Social changes. During this period, children follow their independence. They distance themselves from their environment. Children endeavor for further independence in both actions and thoughts. It is important to note that children do not seek to leave their parents, but his role as the children in the family unit. Children are now starting to have friends and form their own peer groups outside the family. Children in this age group play social games and they form new rules from their many experiences. സോ ക്യൂരിയസ് മൈൻഡ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുട്ടികൾ എന്തും ചോദ്യം ചെയ്യും. വൈ, ഹൗ, വാട്ട്, വെൻ, വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ചോദ്യം ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ക്യൂരിയസ് മൈൻഡ്സ് ഈ ഒരു ടൈമിൽ അബ്സോർബൻ മൈൻഡ് ഡിസപ്പയർ ചെയ്യാണ്, പക്ഷെ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ അവര് കേൾക്കുന്നത് മുഴുവനും വിഴുങ്ങുക എന്നുള്ളതല്ല, എന്താണ്, എന്തുകൊണ്ടത്, എന്താണ് ഇങ്ങനെ സംഭവിക്കാത്തത്, ആ രീതിയിൽ ഒരു ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഒരു കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആ ഒരു അനാലിസിസിന്റെ ഡെവലപ്മെന്റ് ആണത്. ആര് അനാലിസിസ് ചെയ്യുന്നു, കേൾക്കുന്നത് എന്തും, അവരതിനെ കമ്പയർ ചെയ്യുന്നു പലതുമായിട്ട്. അവസാനം ഒരു കൺക്ലൂഷൻ, അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. സോഷ്യൽ ചേഞ്ചസ്. ഈ ഒരു സമയത്ത് ഇൻഡിപെൻഡൻസ് അത് ഭയങ്കര കൂടുതലായിരിക്കും. അവർക്കെല്ലാം തന്നെ ചെയ്യാനുള്ള താല്പര്യമായിരിക്കും. ആ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പുതിയൊരു എൻവയോൺമെന്റിലേക്ക്, അവരുടെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ളതിലേക്ക് വരും. അവരുടെ ആക്ഷൻസിലും തോട്ട്സിലും ആ ഒരു ഡിഫറൻസ് വരും. പക്ഷെ വാട്ട് എവർ ഇറ്റ് ബി, അത്രയും ഇൻഡിപെൻഡന്റ് ആണെങ്കിലും ശരി, അവർ വീടുമായിട്ട് ചേർന്ന് തന്നെയാണ്. വീട്ടിൽ നിന്നും അവര് ഡിസ്കണക്ട് ആയിട്ട് പോകുന്നില്ല, പാരന്റ്സിനെ ലീഡ് ചെയ്യുന്നില്ല. പക്ഷെ അവൻ ആ വീട്ടിലൊരു കുട്ടി, ആ ഒരു റോളിൽ തന്നെ ഇരിക്കും. ബട്ട് ഫ്രണ്ട്സുമായിട്ട് ഒരു സർക്കിള് ഫോം ചെയ്തു ഔട്ട്സൈഡ് ദ ഫാമിലി. അങ്ങനെ ഒരു ഫ്രണ്ട്സ് പറയാൻ സമയത്ത് ഫ്രണ്ട്സ് പറയുന്നത് എന്നും കേൾക്കും. ഫ്രണ്ട്സ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഫ്രണ്ട്സ് വിളിക്കുന്നതൊക്കെ ഓടിപ്പോകും. അങ്ങനത്തെ ഒക്കെ ഒരു ടൈം. ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് അവര് ചിലപ്പോ സോഷ്യൽ ഗെയിംസ് ലൈക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ കളിക്കാനും അവർ താല്പര്യപ്പെടും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. അതാണ് അറിവ് ചെയ്യുക, അത് മാത്രം. കുറച്ച് ഡ്രൈ ആണ് ടോപ്പിക്, ബട്ട് നമ്മൾ അറിയണം എന്നത് തന്നെയാണ്. യെസ്, ആരെങ്കിലും ഉണ്ടോ? Development of moral sense. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral sense. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also from the attitude of the behavior of others.
children may seek adult assistance for acceptable behavior. The children's interests in judging behaviors extends to a new interest in justice and compassion for the others. Maria Montessori wrote, It is in the 6 years that one may note the beginning of an orientation toward moral questions, towards the judgment of acts. This is preoccupation belongs to an interior sensitivity, the conscience. It is at the age that the concept of justice is born. അതെന്താണ് Simultaneously. with the understanding of the relationship between one's acts and the needs of others. Another interesting characteristic of children in this stage is their administration for heroes, stars, and great personalities. It is therefore important to help children realize between realistic and unrealistic acts and needs of others. Very good. So, നമ്മൾ 6 to 12 ഇയേഴ്സിലെ കാര്യങ്ങൾ പറയുവാണ് അല്ലെ. കുറേ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികളുടെ കാര്യമാണെങ്കിലും ഇപ്പൊ ഏജിലുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിലും ഒരു മോറൽ സെൻസ് ഇവരിൽ ഡെവലപ്പ് ചെയ്യുവാണ്. ഓക്കെ, അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഫാക്ട്സ്, ജസ്റ്റിസ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ക്രിയേറ്റീവ് കപ്പാസിറ്റീസ് ആയിട്ടായിരിക്കും കുട്ടികൾ ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അവർക്ക് ഇൻട്രസ്റ്റ് മോറൽ സെൻസിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നൊരു പ്രായം. അബ്സ്ട്രാക്ട് തിങ്സ് ലൈക്ക് അവര് പണ്ട് കേട്ടിട്ടുള്ള സത്യം പറയണം, കള്ളം പറയരുത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് ഒരു മോറൽ സെൻസ്, അതൊരു മൊറാലിറ്റിയുടെ ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഐ ഹാവ് ടു ബി ട്രൂ ടു മൈസെൽഫ്, ടു അതേഴ്സ്, അത് തിരിച്ചറിയുന്നൊരു ടൈം മോറൽ സെൻസ്. മറ്റേത് ഇവർ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ അബ്സ്ട്രാക്ട് തിങ്ക്, നീ കള്ളം പറയാൻ പാടില്ല, എപ്പോഴും സത്യം പറയണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഡയലോഗ്സ് ഒക്കെ നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ പറയാറുണ്ടല്ലോ. അതിന്റെ ഒരു വാല്യൂ, ദാറ്റ് ഇസ് എ മോറൽ വാല്യൂ. ആ ഒരു മോറൽ സെൻസിലേക്ക് കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ് 6 to 12 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്, ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അതും അവർക്ക് മനസ്സിലാകുന്നത്. ഗുഡ് ഈവിൾ, അതിന്റെ വ്യത്യാസം. എന്താണ് റൈറ്റ് റോങ്, ഇവരുടെ ഒരു കോൺഷ്യൻസ്, നമ്മൾ എന്താ പറയാ, മനസാക്ഷിന്നും മോറൽ സെൻസ് എന്നൊക്കെ പറയില്ലേ, സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, ഇത് നല്ലപോലെ ബിൽഡ് ചെയ്യുന്ന ഒരു ഏജ്. ഇപ്പൊ മറ്റുള്ള ഒരു കുട്ടിയോട് ഒരു റൂഡ് ബിഹേവിയർ കാണിച്ചാലും കുട്ടിക്ക് അത് മനസ്സിലാവും. ഹി ഈസ് നോട്ട് ഡൂയിങ് ടു മീ റൈറ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് ഡൂയിങ് ടു മീ ഈസ് നോട്ട് റൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അങ്ങനെ എന്നോട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാളോട് ഒരാൾ കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ഫീൽ അല്ലെ. ആ ആറ്റിറ്റ്യൂഡ്, ആ ബിഹേവിയർ ഒക്കെ ഇവർക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ഇപ്പം ചിലപ്പം കുട്ടികൾ ചോദിക്കില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, നമ്മളെ അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അച്ഛൻ, ഓർ ഇറ്റ് ഈസ് അവർ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ട് വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് കുട്ടി ചോദിക്കും, ആ ഒരു ആക്സെപ്റ്റബിൾ ബിഹേവിയർ, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ലേ. അത് ശരിയാണോ, ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നമ്മളുടെ ഒരു സപ്പോർട്ട് അവർ സീക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഇവർക്ക് മറ്റു ഉള്ള ആളുകളോടൊരു കമ്പാഷൻ, ഒരു സ്നേഹം, അവരോടൊരു എമ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്നേഹം, അതാണ് ഒരു കമ്പാഷൻ എന്ന് പറയുന്നത്. അതെല്ലാം ഇവരിൽ ഇന്റൻസ് ആകും.
ആ ഒരു മോറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു 6 years ഒക്കെ ആവുമ്പോഴാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത്, പലതിനെയും ജഡ്ജ് ചെയ്യുന്നത്. ഇതൊരു ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഏജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു മോറൽ സെൻസ് ആണിത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറയണ പോലെ, ഇങ്ങനെ മുളച്ച് വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു ജസ്റ്റിസ്. അതുപോലെ തന്നെ സൈമിൾട്ടേനിയസ്ലി അവര് ഒരാളുടെ ആക്ഷനും ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ പെട്ടെന്ന് മനസ്സിലാക്കും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺസ് ആക്ട്സ് ആൻഡ് ദ നീഡ്സ് ഓഫ് അതേഴ്സ്. ഒരാളോട് ചെയ്യുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കും. ഇപ്പോൾ വീട്ടില് പ്രായമായ പാരൻസ് ഉണ്ട്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അവരെ കെയർ ചെയ്യും. സോ ദാറ്റ് ഇസ് എ ഗുഡ് ലെസൺ ടു ഒരു മോറൽ വാല്യൂ കിട്ടുക. അപ്പൊ എന്തുകൊണ്ടാണ് അത് എന്റെ ഗ്രാൻഡ് പാരന്റ് ആണ്, എന്റെ പാരന്റ്സ് അവരെ കെയർ ചെയ്യുന്നു. സോ ലൈക്ക് ഹൗ ടു ബി ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീൽ അവന്റെ വരും. അല്ലെങ്കിൽ വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ മതി, പെറ്റിനെ ഉപദ്രവിക്കാതെ അതിനെ ടേക്ക് കെയർ ചെയ്തു. പെറ്റെന്നല്ല, അപ്പൊ ഏതെങ്കിലും ഒരു ഇത് പുറത്തുനിന്ന് വരുമ്പോ നമ്മൾ അതിനെ ഉപദ്രവിക്കാതെ, അതിനെ നമുക്ക് ഓടിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ശാന്തമായിട്ട് ഇവിടുന്ന് പോന്ന് പറയണ പോലെ അല്ലല്ലോ ഒരു വടിയെടുത്ത് അടിക്കുന്നതും കല്ലെടുത്തെറിയുന്നതും. ഇതെല്ലാം അവനിലേക്ക് വരുന്ന മെസ്സേജസ് ആണ്, മോറൽ വാല്യൂസ് ആണ്, ആ കുഞ്ഞിലേക്ക് വരുന്ന മോറൽ വാല്യൂസ്. സോ അപ്പൊ അതങ്ങോട്ട് ശരിക്കും ഉള്ളില് കൊള്ളും. ഇതാണ് ഒരു സുഖമില്ലാത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ മറ്റുള്ളവർ അവരെ കെയർ ചെയ്യുന്നത്. അപ്പൊ ഇഗ്നോർ ചെയ്യുവാണ്, അവോയ്ഡ് ചെയ്യാണ് ആ വ്യക്തിയെങ്കിൽ കുട്ടിക്ക് അവിടെ നല്ലൊരു മോറൽ വാല്യൂ കിട്ടുന്നില്ല. ആ ഒരു മോറൽ സെൻസ് വരുന്നതെല്ലാം അതിൽ നിന്ന്. പിന്നെ ഇവര് ഭയങ്കരമായിട്ട് റോൾ മോഡൽ ചെയ്യും. ഹീറോസ്, ഫിലിമിലെ, സ്പോർട്സിലെ, അങ്ങനെയൊക്കെ റോൾ മോഡൽ ചെയ്യുക. സ്റ്റാർസ്, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെയൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ ഇവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്യുക, അവരുടെ ബുക്കിന്റെ ഇടയിൽ വെക്കുക, അല്ലെങ്കിൽ അവരുടെ റൂമിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. റിയലിസ്റ്റിക്കും അൺറിയലിസ്റ്റിക്കുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ മൂവിയിലെ ഹീറോ അങ്ങനെ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പോവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് റിയാലിറ്റി എന്താണ്, റിയാലിറ്റി അല്ലാത്തത് എന്താണെന്നുള്ളത് ആ ഒരു മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് വരുന്നത്. നമ്മൾ സെക്കൻഡ് പീരീഡ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു കാര്യം കൂടി ഉണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ള കാര്യം കൂടി. ഈ ഒരു സമയത്ത് ഇവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. പലതും വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്ക് കിട്ടും. ഇപ്പൊ മോണ്ടിസോറിക്ക് എപ്പോഴും ഫാന്റസി എന്നുള്ള കാര്യം കുട്ടികളിലേക്ക് വരരുതെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. റിയാലിറ്റി ഓറിയന്റഡ് ആണ് മോണ്ടിസോറി മെത്തേഡ്. കുട്ടികളുടെ ഡെവലപ്മെന്റിന് റിയാലിറ്റി ഓറിയന്റഡ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇപ്പൊ ഫാന്റസി അങ്ങനെയുള്ള ഇല്ലാത്ത കാര്യത്തിനെ പറ്റി, ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യം ഇമാജിൻ ചെയ്യാം, ക്രിയേറ്റീവ് ആവാമല്ലോ, വിഷ്വലൈസ് ചെയ്യാലോ. അപ്പൊ അങ്ങനെ ആവരുത് എന്ന് മറിയ മോണ്ടിസോറിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഫാന്റസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവര് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് പീരീഡിൽ തന്നെ ഇവര് റിയാലിറ്റി, അവരുടെ ഡ്യൂറിങ് ലൈഫിലെ റിയാലിറ്റി, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പോകണം. അതുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ വരെയും റിയൽ സ്റ്റോറീസ് ആയിരിക്കണം എന്നായിരുന്നു മറിയ മോണ്ടിസോറിയുടെ ഒരു അഭിപ്രായം. പിന്നെ അവരെ കൊണ്ടൊരു റോൾ പ്ലേ ചെയ്യിക്കുവാണെങ്കിലും അത് റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യിക്കണം. എന്നാൽ മാത്രമാണ് ഇവരുടെ മോറൽ അണ്ടർസ്റ്റാൻഡിങ്, മറ്റേത് ഇത് കഥയാണല്ലോ അങ്ങനെ ഇത് പോവും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഇപ്പൊ ഒരു റിയൽ ഒരു ഹീറോയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. APJ അബ്ദുൽ കലാം, അംബേദ്കറിന്റെ ഒക്കെ രസകരമായ അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ ഉണ്ടായിരിക്കും അല്ലെ. മഹാത്മാഗാന്ധി, അങ്ങനെയുള്ള കുറെ പേരുടെ, മദർ തെരേസയുടെ ഒക്കെ കുട്ടിക്കാലത്ത് അവരുടെ ചെറിയ ചെറിയ കഥകളായിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് മിത്ത് കഥകള്, അങ്ങനത്തെ കുറെ ഫാന്റസി, അങ്ങനത്തെ കുറെ കഥകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കൊടുക്കരുതെന്നാണ് മറിയ മോണ്ടിസോറി പറയാം. ഓക്കെ ഫൈൻ. സോ നമുക്കിനി നെക്സ്റ്റ് കുറച്ച് ഭാഗം കൂടി ഉള്ള ഒരു ക്ലാസ് കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് എന്നോട് ആ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റിന്റെ കാര്യം ഉറപ്പിക്കണം കേട്ടോ. ഓക്കെ പ്ലീസ്. ഒരു ചെറിയ ഗെയിമാണ് മാം. കുറച്ച് ഇമോജീസ് കാണിക്കാം, അത് ഐഡന്റിഫൈ ചെയ്യാനാണ്. ആദ്യം കുറച്ച് സ്പോർട്സിന്റെ പേരുകൾ പറയാനാ.
boxing, Yes, correct. Next one. handball, handball, Correct. volleyball, അതെ, handball. Next. ബാസ്കറ്റ്ബോൾ. Yes, ഞാൻ കണ്ടില്ലായിരുന്നു. ഈസിയാടാ. പിക്ചർ ഒന്ന് കറക്റ്റ് നോക്കിയാ മതി. ടൈം ടെന്നീസ് ആണോ? ടെന്നീസ് കറക്റ്റ്. ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഓക്കെ. മനസ്സിലായോ? ഹലോ പ്ലസ് കുറച്ച് ഫ്രൂട്ട്സ്. ഹലോ ഫാത്തിമ ഒന്ന് മ്യൂട്ട് ചെയ്യൂടാ. ഫാത്തിമയാണോ ഫർസാനയാണോ? സ്റ്റാർ പ്ലസ് കുറച്ച് ഫ്രൂട്ട്സ്. സ്റ്റാർ ഫ്രൂട്ട്, അതെ. ഇനി ദ ഫിഫ്ത് വൺ ദാടാ. കാണില്ല. പി പ്ലസ് അത് ചെവിയുടെ പിക്ചറാ കൊടുത്തല്ലേ. കറക്റ്റ് കറക്റ്റ്. കിവി, മാമിനും പങ്കെടുക്കാട്ടോ. സ്നേക്ക് ഫ്രൂട്ട്, അതിന്റെ ഇടയ്ക്ക് ഫ്രൂട്ട് അല്ല. കുഞ്ഞു വാവ ആൻസർ ചെയ്യണ പോലെ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ആ ഒരു കുഞ്ഞു വോയിസ് കേട്ടു അതിന്റെ ഉള്ളിൽ ആൻസർ. ഇതേതാണ്? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ snake fruit ഫ്രൂട്ട്. അല്ല, dragon fruit, അതെ അതെ. dragon fruit, ഈ 8th വൺ എന്താന്ന് പറയേ? കാണുന്നില്ലടോ. വൈറ്റ് ഇത് മാത്രമേ കാണുള്ളൂ. നോക്കിക്കോ. ബ്ലൂ പ്ലസ് ബിയർ പ്ലസ് ബ്ലൂബെറി. കറക്റ്റ്. ഇനി നമുക്ക് കുറച്ച് റൈംസിന്റെ പേര് നോക്കിയാലോ? അല്ല, അതിനു മുന്നേ കുറച്ച് കൺട്രീസിന്റെ പേര്. ആർക്കൊക്കെ കൺട്രികളെ പറ്റിയിട്ട് ഇന്ത്യ അല്ലാണ്ട് അറിയണോന്ന് നോക്കണല്ലോ. ജപ്പാൻ, ഇതൊരു ജേംസ് ആണ് കാണിക്കുന്നത്. ജർമ്മനി, ജർമ്മനി. ഗുഡ്. മനസ്സിലായോ? സിംഗപ്പൂർ ആണ്. യെസ്. പിന്നെ പിന്നെ ഒരു വാട്ടർ പോർ ചെയ്യുന്നതാ മനസ്സിലായി. സിംഗപ്പൂർ. ഒമാൻ, അത് ഞാൻ മറന്നു വെച്ചതാ. ഞാൻ എന്തായാലും ഒമാനിലല്ല പറയണ്ടേ. ഫ്രാൻസ്, ഫ്രാൻസ്. എഫ് റാൻ ഇട്ടുണ്ട്, പിന്നെ ഈസു. ഫ്രാൻസ്. ഇനി കുറച്ച് റൈംസ് കേട്ടോ. നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോ കുട്ടികളെ ഒക്കെ ഒന്ന് പറ്റിക്കണ്ടേ. കുറച്ച് സമയമൊക്കെ വേണ്ടേ അവർക്ക്. ബ്ലാക്ക് ഷീപ്പ്, ബ്ലാക്ക് ഷീപ്പ്, ബ്ലാക്ക് ഷീപ്പിന് റൈമിങ് പറ. ഏതാ റൈം? ബ്ലാക്ക് ഷീപ്പ്, black sheep, have you yet any wool? താങ്ക് യു താങ്ക് യു. നെക്സ്റ്റ്. All them are called Adafam. EIO. ഓക്കെ കറക്റ്റ്. ഇനി ഇതാണ് മങ്കിയിലുള്ളതാണ്. Five little monkeys jumping on the bed. One fell down and bumped his head. Mama, ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള റൈമാണ്. ഈ 6th വൺ. 1 2 put on your shoe. ടീച്ചർ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാന്നുണ്ടല്ലേ. ടീച്ചർ പാടുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. ഞാൻ മ്യൂട്ട് ചെയ്തോണ്ട് തന്നെ പറയണതാ, നിങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. റോസസ്. ഇനി ഇതൊന്ന് പറഞ്ഞേ. കാറ്റ്, ക്യാറ്റ്, വയലിൻ, കൗവോ. കേട്ടിട്ടുണ്ടോ? മൂണോ? ഇപ്പൊ കുട്ടികൾക്ക് പറയാൻ പറ്റും.
കിട്ടുന്നില്ല. ഇതൊക്കെ റൈംസ് തന്നെയാണ്. ആ റൈംസ് അറിയില്ലടാ, പറയേ. കൊറേ കൊല്ലം മുന്നേ ഉള്ള റൈംസാ. Cat Hey can diddle diddle, cat fiddle fiddle, the cow jump over the moon പറഞ്ഞിട്ടൊരു റൈം ഉണ്ട്. അത് കേട്ടില്ല. ആ അതുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ടുണ്ടോ? സ്ലീപ്പ്. പിന്നെ ഒരാളുടെ പേരാണ് നമ്മൾ ചോദിക്കാം. ക്വസ്റ്റ്യൻ ആണ് ഇത് ഒന്നിവിടെ വരുന്നത്. വെച്ചിട്ടേ ഒന്നിവിടെ ആ കാട്ടിയാ മതി ട്ടോ സാലി. കിട്ടിയോ? സ്ലീപ്പിന്റെ സൈൻ ആണ് ഫസ്റ്റ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയില്ല, അത് പറയേ. Are you sleeping? അറിയണ സോങ് ആണല്ലോ. ആ അതാണ്. ഇനി ഈ ബോട്ടിന്റെ കാണിക്കുന്നുണ്ട്. 3 ബോട്ടൊക്കെ ഉണ്ടല്ലേ. ബോട്ട് നമ്പറിനൊന്നും പ്രാധാന്യമില്ല. കിട്ടുന്നില്ല. Row about gently down the stream. ഡൗൺ മാർക്ക് കണ്ടോ? സ്ട്രീമിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നെക്സ്റ്റ് വേണം. ഇതെല്ലാവർക്കും പാടാൻ പറ്റും. എല്ലാരും ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ചെയ്തതാ. ആരോ പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞാട്ടെ റൈമ്. പാടിയൊക്കെ ഏതാ മാച്ച് ചെയ്ത് ഏതുണ്ടോ നോക്കുക. ആ സ്പൈഡറിന്റെ തന്നെ. സൂപ്പർ സ്പൈഡർ. എനിക്കതാണ് ഓർമ്മ വരുന്നത്. അതാ ഹിറ്റ്സി ബിൻസി സ്പൈഡർ അല്ലേ? അതെ അതെ അതെ. ഇനി വേറെ പിക്ചർ കാണിക്ക്. ഇപ്പൊ നമുക്കത് തന്നെ പ്രോവർബ് മനസ്സിലാവണം ആ പിക്ചർ കണ്ടു കഴിഞ്ഞാ. നമ്മളൊരു കഷ്ടകാലം വരുമ്പോ പറയും, ആ നമുക്കും ഇത് പറയും. Every dog has a Barking day. dog seldom bites. Every dog has its day. നെക്സ്റ്റ് വേണം അറിയോ? മലയാളത്തിൽ വേണമെങ്കിലും പറയാം. Don't try over spilled milk. ആ അതെ മാം, കറക്റ്റ്. ഇറ്റ്സ് നോ യൂസ് ക്രൈയിങ് ഓവർ സ്പിൽഡ് മിൽക്ക്. ഇത് അടുത്തത് കാണില്ലടാ. ഇതിനി ഫോർത്ത് വൺ പറഞ്ഞാലും മതി. ഇതും നമ്മള് മലയാളത്തില് യൂസ് ചെയ്യാറുള്ളതാ. ഒരു സ്മോക്ക് ആണ്. ഫോർത്ത് കാണുന്നില്ല. സ്മോക്ക് ആണ് കാണിക്കുന്നത്. സ്മോക്ക്, പിന്നെ ഫയർ. അല്ലല്ലോ, നമ്മൾ പറയില്ലേ തീയും പുകയിനൊക്കെ പറ്റിയിട്ട് ഒരു പ്രോവർബൊക്കെ മലയാളത്തിലുണ്ട്. Okay, you people carry on. May I? എനിക്കൊരു ഗസ്റ്റ് വരുന്നതാ. ആ ശരി ശരി മാം, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ള. എന്തായാലും താങ്ക് യു മാം ടുഡേ സെക്ഷൻ. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് സൈൻ ഔട്ട്. ഇതിന്റെ ആൻസർ പറയട്ടെ. There is a smoke, there is a fire. തീയും പുകയില്ലേ? There is a smoke, there is a fire. പുകയില്ലാതെ തീ ഉണ്ടാവില്ല എന്നാണോ? പുകയില്ലാതെ തീ ഉണ്ടാവില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വേണം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേ. തിരിമരുന്ന്. ലോഫർ ഈസ് എ ബെസ്റ്റ് മെഡിസിൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല രസമുണ്ട് ഇത്. എന്തായാലും ദിവ്യ, ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. കുട്ടികൾക്കൊക്കെ രസകരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതി, അവരുടെ മൈൻഡിൽ നിൽക്കുന്ന വിധത്തിലുള്ള. നമുക്ക് തന്നെ പെട്ടെന്ന് പറയണം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. താങ്ക് യു ദിവ്യ. നല്ല എഫേർട്ട് എടുത്തിരുന്നു ദിവ്യ. ഇറ്റ്സ് വെരി ഗുഡ്. നല്ലൊരു തീമും ആയിരുന്നു. എല്ലാവർക്കും അത് ഫോളോ ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു. താങ്ക് യു മാം. ബൈ.